ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് പോകുന്നിടത്തൊക്കെയും ജനം അവനെ അനുഗമിച്ചിരുന്നു. ദൈവത്തിൻ്റെ വചന ഉപമകളായിട്ടും കഥകളായിട്ടും സാദൃശ്യങ്ങളായിട്ടുമാണ് കർത്താവ് ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവ് ഒരു സാദൃശ്യം ജനത്തോട് പറഞ്ഞു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ചു തൻ്റെ സമ്പത്ത് അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, ഈ സമ്പത്ത് കൊണ്ട് വ്യാപാരം ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടാണ് അവരുടെ സമ്പത്ത് ദാസന്മാർക്ക് വിഭാഗിച്ചു കൊടുത്തത്. ചിലർക്ക് 5 താലന്ത് കൊടുത്തു, ചിലർക്ക് 2 താലന്ത് കൊടുത്തു, ചിലർക്ക് 1 താലന്ത് കൊടുത്തു. യജമാൻ അത് കഴിഞ്ഞ് വിദേശത്ത് പോയി. തിരിച്ചു വന്നപ്പോൾ തൻ്റെ സമ്പത്ത് ഏൽപ്പിച്ച ദാസന്മാരെ വിളിച്ചു. 5 താലന്ത് ലഭിച്ചവൻ യജമാൻ്റെ അടുത്ത് വന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് തന്ന 5 താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്ത് 5 കൂടി നേടിയിട്ടുണ്ട്. അപ്പോൾ യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 2 താലന്ത് ലഭിച്ചവനും യജമാൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് തന്ന 2 താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്ത് 2 കൂടി നേടിയിട്ടുണ്ട്. അതിന് യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് പറഞ്ഞു. നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. 1 താലന്ത് ലഭിച്ചവൻ വന്നിട്ട് പറഞ്ഞു, നീ വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും ചെയ്ത കഠിന മനുഷ്യനെന്നറിഞ്ഞിട്ട് ഞാൻ നിൻ്റെ താലന്ത് കുഴിച്ചിട്ടു. അവൻ യജമാനെ തന്നെ കുറ്റം പറഞ്ഞു. ഇതെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ യജമാൻ അവനോട് പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. എന്നിട്ടും നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കാത്തതെന്ത്? ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടി അവരോട് വാങ്ങുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് യജമാനൻ പറഞ്ഞു, ആ താലന്ത് അവനോട് വാങ്ങിയിട്ട് 10 താലന്ത് ഉള്ളവന് കൊടുക്കുക. ഉള്ളവന് ഏവനും ലഭിക്കും, ഇല്ലാത്തവനോട് ഉള്ളതുകൂടി എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം യജമാനൻ പറഞ്ഞു, ആ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവേ. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25:29 വാക്യം. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. മത്തായി 25:29. മത്തായി 25:29 വാക്യമാണ്. ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട്, നാം അധ്വാനിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, കർത്താവ് എല്ലാവർക്കും അവനവൻ്റെ കഴിവനുസരിച്ച് താലന്ത് കൊടുക്കുന്നു. മൂന്നാമതായിട്ട്, താലന്ത് തന്നത് നമുക്കായിട്ടല്ല, യജമാനു വേണ്ടി വ്യാപാരം ചെയ്യുവാൻ വേണ്ടിയാണ്. നാലാമതായി, താലന്ത് വ്യാപാരം ചെയ്തവനെ ദൈവം വിളിക്കുന്നത് നല്ല ദാസനെ എന്നാണ്. മാത്രമല്ല, ദൈവം അവനെ പ്രശംസിക്കുകയും കൂടെ ചെയ്യുന്നു. അഞ്ചാമതായിട്ട്, താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്ത് കൂടുതൽ നേടിയവന് വീണ്ടും കൊടുക്കും. അവന് വീണ്ടും കൊടുക്കും. അതുകൊണ്ട് അവന് തൃപ്തി വരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട്, താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്തവനെ വിളിക്കുന്ന ദുഷ്ടദാസനെ എന്നാണ്. മാത്രമല്ല, അവൻ്റെ കയ്യിൽ നിന്നുള്ളതും കൂടെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കെന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് താലന്തുകൾ കൊണ്ട് വ്യാപാരം ചെയ്ത്, കർത്താവേ, കൂടുതൽ താലന്ത് ഞങ്ങൾ നേടുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മടിയന്മാരാകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ദാസൻ എന്ന വിളികൾക്ക് കേൾക്കുവാൻ തക്ക രീതിയിൽ പ്രവർത്തിപ്പാൻ യത്നിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സൂക്ഷിക്കണമേ. പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാ യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാത്രമല്ല, അവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന ബട്ടൺ വരും, അതിൽ കൂടെ അമർത്തണം. അപ്പോൾ ആൻറ്റി എപ്പോൾ ഇടുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.